ടോറോയിഡിൽ ഒരു കോയിൽ വൈൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേണും അവസാനത്തെ ടേണും തമ്മിലൊരു മിനിമം ഗ്യാപ്പ് വേണം. അതിപ്പോൾ ടോറോയിഡിൽ വേണേൽ ഫുൾ വട്ടത്തിൽ ചുറ്റാൻ പറ്റും 360 ഡിഗ്രി, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രായോഗികമായിട്ട് പറയുന്നത് ഒരു 30 ഡിഗ്രി, അതായത് ടോറോയിഡിൻ്റെ വട്ടത്തിൻ്റെ ഒരു 10% ഗ്യാപ്പായിട്ട് ഇടണം. ഇതിപ്പോൾ ഈ അടുത്ത ദിവസം എനിക്ക് VU2TDD ആണ് പറഞ്ഞു തന്നത്. ഈ ഗ്യാപ്പിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്ന്, പാരസൈറ്റിക് കപ്പാസിറ്റൻസ് കുറയ്ക്കുക എന്നുള്ളതും, രണ്ടാമത് ഇലക്ട്രിക്കൽ ഫെയിലിയർ കുറയ്ക്കുക എന്നുള്ളതും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യത്തെ ടേണോ അവസാനത്തെ ടേണോ അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് വളരെ കൂടുതലാണ്. ഹോൾ കോയിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആ രണ്ട് ടേൺസ് തമ്മിലുണ്ടാവും. ആ സമയത്ത് മറ്റ് ടേണുകൾ തമ്മിൽ ചെറിയ വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഒരു 10 ടേണിലാണെങ്കിൽ മൊത്തം വോൾട്ടേജിൻ്റെ 10-1 വരുള്ളൂ. അതേസമയത്ത് ലാസ്റ്റ് ടേണിൽ ഫസ്റ്റ് ടേണും അടുത്തടുത്താണെങ്കിൽ ഫുൾ വോൾട്ടേജ് അതിൻ്റെ ഇടയിൽ വരും. അപ്പോൾ അവിടെ കൂടുതൽ കപ്പാസിറ്റൻസ് വരുന്ന കൊണ്ട് സെൽഫ് റെസണൻസ് വരുന്നുണ്ട്. അപ്പോൾ സെൽഫ് റെസണൻസ് വരുമ്പോൾ ഹയർ ഫ്രീക്വൻസിയിൽ ഇൻഡക്ടർ ഒരു കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ആ ഇൻഡക്റ്റൻസിൻ്റെ ഉപയോഗമില്ലാണ്ടാവും. പിന്നെ ആർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻഡക്ടർ വൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോയിലിൻ്റെ ഓരോ ടേണും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള അതിൻ്റെ എനാമലാണല്ലോ അതിൻ്റെ ഇൻസുലേഷൻ. അപ്പോൾ 2 ടേണുകൾ അടുപ്പിച്ച് ഹൈ വോൾട്ടേജ് ഡിഫറൻസിൽ വന്നു കഴിഞ്ഞാൽ ആ എനാമലിന് ആവശ്യത്തിന് ഒരു ഇൻസുലേഷൻ വരില്ല. അപ്പോൾ വോൾട്ടേജ് ഡിഫറൻസ് കൂടുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട്. സാധാരണ ടേണുകൾ തമ്മിൽ അത്ര വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവില്ല. അവസാനത്തെ ആദ്യത്തെ ആകുമ്പോൾ ഫുൾ വോൾട്ടേജ് അതിൽ വരും. അപ്പോൾ അവിടെ ആർക്കിങ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വൈൻഡ് ചെയ്യണ സമയത്ത് എനാമൽ സ്ക്രാച്ചായി പോയിട്ടുണ്ടെങ്കിൽ ഈ സാധ്യത വളരെ കൂടുതലുണ്ട്. പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ വൈൻഡ് ചെയ്യുമ്പോൾ 330 ഡിഗ്രി ആർക്ക്, അതായത് 30 ഡിഗ്രി 10-1 ഒഴിവാക്കിയിട്ടിട്ട് വേണം വൈൻഡ് ചെയ്യാൻ. അതിന് കണക്കായിട്ടാണ് ടേൺ തമ്മിലുള്ള സ്പേസിങ് അറേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ കൂടുതൽ ഇൻഡക്റ്റൻസ് വേണ്ടതാണെങ്കിൽ വേറെ വലിയ ഇൻഡക്ടർ ഉപയോഗിക്കേണ്ടി വരും. അതായത് വലിയ ടോറോയിഡ് ഉപയോഗിക്കേണ്ടി വരും. ചെറിയ ടോറോയിഡിൽ ആവശ്യത്തിന് ടേൺസ് പറ്റുന്നില്ലെങ്കിൽ, ടേൺസ് വളരെ അടുത്തടുത്തായാൽ ടേൺ കപ്പാസിറ്റൻസ് കൂടുന്ന നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സെൽഫ് റെസൊണൻസ് വരാനുള്ള സാധ്യത കൂടുതലുണ്ടാവും. സെൽഫ് റെസൊണൻസ് വരുമ്പോൾ ഇൻഡക്ടർ ഹയർ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ പോലെ ആക്ട് ചെയ്യാമെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു പ്രായോഗിക നിർദ്ദേശമാണ്.